ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമുക്ക് റിയാക്റ്റിൻ്റെ യൂസ് എഫക്റ്റ് ഹുക്ക് എങ്ങനെ വർക്കാവുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സൈഡ് എഫക്ട്സ് ഡോട്ട് ജെ എസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമ്മളുടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഞാൻ ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ഇതിനകത്തൊരു ഹെഡർ കൊടുക്കാം, എഫക്ട്സ് എന്ന് പറഞ്ഞ് ഒരു H4 ടാഗ് കൊടുക്കുകയാണ്, എഫക്ട്സ്. ഓക്കെ, ഇനി ഇത് ആപ്പ് ഡോട്ട് ജെ എസിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. സൈഡ് എഫക്ട്സ് ഓക്കെ, ഓട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ യൂസ് എഫക്റ്റിനെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി ബ്രൗസറിൽ ഇൻസ്പെക്റ്റ് ഓൺ ആക്കിയിട്ട് നമ്മുടെ കൺസോൾ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് യൂസ് എഫക്റ്റ് എഴുതുന്നത് നോക്കാം. അതിനായിട്ട് യൂസ് എഫക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. യൂസ് എഫക്റ്റ് കേർലി ബ്രേസസിനകത്ത് യൂസ് എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്കിത് ഡിഫൈൻ ചെയ്യാം. യൂസ് എഫക്റ്റ് എന്ന് കൊടുത്തിട്ട് ഈ ബ്രാക്കറ്റിനകത്തായിട്ട് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ നമ്മൾ എഴുതണം. സോ യൂസ് എഫക്റ്റ് എങ്ങനെയാണ് റൺ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ കമ്പോണൻറ്റ് എക്സിക്യൂട്ട് ആകുമ്പം അല്ലെങ്കിൽ കമ്പോണൻറ്റ് റെൻഡർ ആകുമ്പോൾ ഒരു വട്ടം അത് എക്സിക്യൂട്ട് ആവും. അതിനകത്തുള്ള എന്താണോ നമ്മൾ ഡിഫൈൻ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഡിപ്പെൻഡൻസി അറേയിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ച് വാല്യൂ ചേഞ്ച് ആകുമ്പം അത് എക്സിക്യൂട്ട് ആവും. ഞാൻ കൺസോൾ ലോഗ് കാണിച്ചു തരാം. ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. നിങ്ങൾ പൊതുവേ കാണുന്ന ഒരു യൂസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് യൂസ് എഫക്റ്റ് എന്ന് ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു ടാസ്ക് റൺ ആവാൻ വേണ്ടി, അതിനോടൊപ്പം തന്നെ ഒരു എംപ്റ്റി അറേയും കാണാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ വേൾഡ് 2 വട്ടം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കമ്പോണൻറ്റ് റെൻഡർ ആകുമ്പോൾ ഇത് എക്സിക്യൂട്ട് ആവുന്നതാണ് ആ കൺസോൾ ലോഗ്. പക്ഷേ ഇത് ഒരു വട്ടമേ കാണാൻ പാടുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് 2 വട്ടം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡെക്സ് ഡോട്ട് ജെ എസിനകത്ത് റിയാക്ട് ഡോട്ട് സ്ട്രിക്റ്റ് മോഡ് കണ്ടോ, ഇത് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഒരു വട്ടമേ എക്സിക്യൂട്ട് ആവുള്ളൂ. സോ ബേസിക്കായിട്ട് എം ടി അറേ കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂസ് എഫക്റ്റ് ഒരു വട്ടം മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഈ ഡിപ്പെൻഡൻസി അറേ യൂസ് ചെയ്തിട്ട് ഇതിനെ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഞാനൊരു എക്സാമ്പിളോട് കൂടി കാണിച്ചു തരാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള നമ്മളുടെ കൗണ്ടർ ആപ്പ് തന്നെ ഇതിനെ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കൗണ്ടർ സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് കൗണ്ടർ സെറ്റ് കൗണ്ടർ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് 0 ഡിഫൈൻ ചെയ്തു. ഇനി കൗണ്ടർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ആഡ് നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഈക്വൽ ടു ആൻ ആരോ ഫംഗ്ഷൻ. ഇതിനകത്ത് സെറ്റ് കൗണ്ടർ +1. സോ കൗണ്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഒരു BR ടാഗ് ഇട്ടിട്ട് ബ്രേക്ക് ടാഗ്. ഇനി ബട്ടൺ ആഡ്, ഇതിനകത്ത് ഓൺ ക്ലിക്ക് ഇവൻറ്റിനകത്തായിട്ട് പാസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഓരോ ക്ലിക്കിലും നമ്മളുടെ എഫക്ട്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ, നമ്മൾ എഫക്ട്സിൻ്റെ ഒപ്പം ആ കൗണ്ടറും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം കേർലി ബ്രേസസിനകത്ത്. അപ്പോൾ നമുക്ക് ആ കൗണ്ടറിൻ്റെ നമ്പർ കാണാൻ പറ്റും. ഓക്കെ, 0 എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓരോ ക്ലിക്കിലും എഫക്ട്സ് ആഡ് ആവുന്നുണ്ട്. അതായത് കൗണ്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഇതിനൊപ്പം സൈഡ് എഫക്റ്റ്, അതായത് നമ്മുടെ യൂസ് എഫക്റ്റും കൂടെ റൺ ആവണം. അതിന് വേണ്ടി നമുക്ക് ഈ കൗണ്ടറിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് അറേക്കകത്ത് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ വട്ടവും കൗണ്ടർ ചേഞ്ച് ആകുമ്പോൾ യൂസ് എഫക്റ്റ് വർക്കാവും. ഓക്കെ, ഹലോ വേൾഡ് റൺ ആവുന്നുണ്ട്. സോ ഓരോ ക്ലിക്കിലും അത് റൺ ആവുന്നുണ്ട്. നമുക്ക് ഹലോ വേൾഡിൻ്റെ ഒപ്പം തന്നെ കൗണ്ടറിൻ്റെ വാല്യൂ കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്പർ കൂടെ കാണാമല്ലോ. ഓക്കെ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് 0 എന്ന് കാണാം ഫസ്റ്റ്. ബിക്കോസ് അത് നമ്മൾ കമ്പോണൻറ്റ് റെൻഡർ ആകുമ്പോൾ തന്നെ ഒരു വട്ടം എക്സിക്യൂട്ട് ആവും. പിന്നെ ഓരോ ക്ലിക്കിലും കൗണ്ടറിൻ്റെ വാല്യൂം ചേഞ്ച് ആവും, അതിനോടൊപ്പം തന്നെ യൂസ് എഫക്റ്റും റൺ ആവും. ഇനി നമുക്കൊരു API കോളും കൂടെ വെച്ച് കുറച്ചും കൂടെ ക്ലിയർ ആക്കാം ഈ കാര്യം. അതിനായിട്ട് JSON പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫെച്ച് കോൾ കാണാൻ പറ്റും. ഇത് കോപ്പി ചെയ്യുക. ഇത് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം യൂസ് എഫക്റ്റിൽ റൺ ആവാൻ വേണ്ടി. അതിനായിട്ട് പുതിയൊരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് ഗെറ്റ് ഡാറ്റാസ് ഈക്വൽ ടു ആൻ ആരോ ഫംഗ്ഷൻ. എന്നിട്ട് അതിനകത്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ആ കൺസോൾ ലോഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. API കോളൊന്ന് പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാണാൻ പറ്റും പ്രോപ്പറായിട്ട് എപ്പോഴൊക്കെ റണ്ണായി എന്നുള്ളത്. JSON ഓക്കെ പാസ് ചെയ്ത് കൊടുത്തു.
ഇനി ഈ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസ് എഫക്റ്റിൽ കൺസോൾ ഡോട്ട് ലോഗ് കളഞ്ഞ് നമ്മുടെ ആ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പം ഫസ്റ്റ് വട്ടം ഒരു API കോൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ക്ലിക്കിലും ആ API കോൾ വീണ്ടും നടക്കുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് യൂസ് എഫക്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നത്. ഇനി റിയാക്റ്റിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.